PMAY ഭവന പദ്ധതിയിലെ പഞ്ചായത്ത് വിഹിതം ലഭിക്കുന്നതിലെ അനിശ്ചിതത്വത്തിൽ പ്രതിഷേധിച്ച് എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താക്കളുടെ ഉപരോധം. ലൈഫ് ഗുണഭോക്തൃ സംഗമത്തിനിടെ എത്തിയ ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവച്ചു. പദ്ധതിയിൽ കരാർ വെച്ച 117 പേരിൽ 71 പേർക്ക് ആദ്യ ഗഡു ലഭിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും 10 പേർക്ക് മാത്രമാണ് പഞ്ചായത്ത് വിഹിതമായ 70,000 രൂപ നൽകിയത്. വരാനിരിക്കുന്ന 2026-27 വാർഷിക പദ്ധതിയിൽ ബാക്കിയുള്ളവർക്ക് തുക അനുവദിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും 17 പേർക്ക് മാത്രമാണ് ജനറൽ ഫണ്ട് വകയിരുത്തിയത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 117 PMAY എഗ്രിമെന്റ് ചെയ്ത ആൾക്കാരുണ്ട്. അതിൽ 71 പേർക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കൂടി ആയിട്ടുള്ള 42,000 രൂപ ലഭിച്ചു കഴിഞ്ഞവരാണ്. അതൊരു വർഷം മുമ്പ് ലഭിച്ചവരാണ് എന്റെ പുറകിൽ നിൽക്കുന്നവര്. എന്നാൽ അവർക്ക് നാളിതുവരെയായിട്ട് ഗ്രാമപഞ്ചായത്ത് നൽകേണ്ട വിഹിതം 70,000 രൂപ 10 പേർക്ക് മാത്രമാണ് ഇതിനോടകം നൽകിയിട്ടുള്ളത്. വരുന്ന വാർഷിക പദ്ധതിയിൽ എങ്കിലും ബാക്കി 61 പേരെ ഉൾക്കൊള്ളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ കൃത്യമായി ഗ്രാമപഞ്ചായത്ത് വഴിവിട്ട അവരുടെ താല്പര്യങ്ങൾ ഈ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും മാറ്റി വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ ലിസ്റ്റ് വെക്കുന്ന പദ്ധതിയുമൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ നിൽക്കുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഇനി 61 പേർക്ക് കൂടി ഫണ്ട് ലഭിക്കണം ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം. അതിൽ കേവലം 17 പേർക്ക് മാത്രമാണ് ജനറൽ ഫണ്ടിൽ നിന്നും ഫണ്ട് മാറ്റി വെച്ചിട്ടുള്ളത്. SC വിഭാഗത്തിൽ 6ഉം ST വിഭാഗത്തിൽ 1ഉം അടക്കം 24 പേർക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ ആദ്യ ഘട്ടമായ 48,000 ലഭിച്ചിട്ട് ഇനിയും 37 പേര് അടുത്ത വാർഷിക പദ്ധതിയിൽ പോലും ഉൾപ്പെടാതെ നിൽക്കുകയാണ്. 6 SC 1 ST കുടുംബങ്ങൾക്കും ഫണ്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ ബാക്കി വരുന്ന 37 ഗുണഭോക്താക്കൾ അടുത്ത വർഷവും തുക ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരു വർഷമായി വീട് പൊളിച്ചിട്ട് വീട് പൊളിച്ചാൻ പറഞ്ഞിട്ടാണ് ഞാൻ വീട് പൊളിച്ചത്. ഇന്ന് വരെ ഓരോ വീടിന് 48 റുപ്യ അല്ലാതെ വേറെ ഒന്നും തന്നിട്ടില്ല. ഇപ്പൊ എനിക്ക് വാർക്കാൻ ഓര് പറയുന്ന എന്നോട് എന്താ പറഞ്ഞത്, ഞാൻ ഇവിടെ വന്നപ്പോ എന്താ പറഞ്ഞത്, നിങ്ങൾ പെര കയറ്റിക്കോടി പഞ്ചായത്ത് ഇവിടുന്ന് തരും എന്നാണ് എന്നോട് പറയുന്നത്. ഞാൻ വരുമ്പോ എന്നോട് പറയുന്ന വർത്താനം എന്താണ്, നിങ്ങൾ പെര കയറ്റിക്കോളി ഇവിടുന്ന് വരുമ്പോ ഞാൻ തരും എന്നാണ് ഓര് പറയുന്നത്. ഇന്ന് വരെ ഇപ്പൊ ഇന്ന് പോലെ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു ഇത് തരിങ്ങള്. എനിക്ക് PMAY 48 റുപ്യ ആകെ കയറിയത്. അതിപ്പോ 1 വർഷമായി വീട് പൊളിച്ചിട്ടുണ്ട്. ഇപ്പൊ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 4,000 വാടക എടുത്തിട്ട് താമസിക്കുന്നത്. ഞങ്ങൾ ബ്ലോക്ക് ഓഫീസ് പോയപ്പോൾ അവര് പറഞ്ഞത് പുതിയ ഭരണസമിതി കയറിയിട്ടുണ്ട്, ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവിടെ ഫണ്ട് വെച്ചിട്ടില്ലെന്ന് അവര് പറഞ്ഞത്. ഇവിടെ ചോദിക്കുമ്പോൾ പറഞ്ഞത് ബ്ലോക്ക് പോകാനാണ് പറഞ്ഞത്. അപ്പൊ ആരും തീരുമാനം തരില്ല. സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞത്. പ്രസിഡന്റ് പറയുന്നത് അടുത്ത ഏപ്രിൽ മാസം മുതൽ 70,000 റുപ്യ കയറുന്ന പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താവന് വീട് പണി പാതി വഴിയിലായ തങ്ങളോട് അധികൃതർ വിവേചനം കാണിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. SS Gold, Pure Gold. SS Group, Nilambur.